ഇത് സങ്കൽപ്പിക്കുക. ഉറക്കമുണർന്നതും ആദ്യത്തെ പ്രകാശരശ്മി നിങ്ങളുടെ മുഖത്ത് പതിയുന്നു. പക്ഷേ നിങ്ങൾക്കൊന്നും അനുഭവപ്പെടുന്നില്ല. നന്ദിയില്ല, ആവേശമില്ല, ലക്ഷ്യബോധമില്ല. വിശദീകരിക്കാനാവാത്ത ഒരു ഭാരം നിങ്ങളുടെ നെഞ്ചിൽ മാത്രം. അത് സങ്കടവുമല്ല, നിരാശയുമല്ല. അതിതിലും വളരെ ദുർഗ്രഹമായ ഒന്നാണ്: ശൂന്യത. നിങ്ങൾ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കുന്നു, വസ്ത്രം ധരിക്കുന്നു, യാന്ത്രികമായി ഒരു സ്വാദുമില്ലാത്ത പ്രഭാതഭക്ഷണം കഴിക്കുന്നു. ഒരിക്കലും ജീവിക്കാൻ തിരഞ്ഞെടുത്തിട്ടില്ലാത്ത ഒരു ദിനത്തെ നേരിടാൻ പുറത്തേക്ക് ചൂടുവയ്ക്കുന്നു. നിങ്ങൾ നിർമ്മിച്ചിട്ടില്ലാത്ത ഒരു ദിനചര്യയിലേക്ക് നടക്കുന്നു. നിങ്ങൾ സ്നേഹിക്കാത്ത ഒരു ജോലിയിലേക്ക് പോകുന്നു. ശരിക്കും നിങ്ങളെ അറിയാത്ത ആളുകളാൽ ചുറ്റപ്പെട്ട്. എല്ലാം സാധാരണമായി തോന്നുന്നു. ആരും നിലവിളിക്കുന്നില്ല, ആരും കരയുന്നില്ല, ആരും പരാതിപ്പെടുന്നില്ല. എന്നിട്ടും നിങ്ങളുടെ ഉള്ളിൽ അഗാധമായി എന്തോ നിശബ്ദമായി മരിക്കുന്നുണ്ട്. എല്ലാ ദിവസവും നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന ആ ക്ഷീണം ശാരീരികമല്ലെങ്കിലോ, അത് സമ്മർദ്ദമല്ല, പ്രചോദനത്തിന്റെ കുറവല്ല, ക്ലിനിക്കൽ ഡിപ്രഷൻ പോലുമല്ലെങ്കിലോ, നിങ്ങളുടെ ആത്മാവിനെ പതുക്കെ വറ്റിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഒരിക്കലും ബോധപൂർവം തിരഞ്ഞെടുത്തിട്ടില്ലാത്ത ഒരു ജീവിതത്തിൽ കുടുങ്ങിക്കിടക്കുന്നു എന്ന വസ്തുതയാണെങ്കിലോ. ആധുനിക ജീവിതത്തിന്റെ ഏറ്റവും വലിയ അപകടം ബാഹ്യമായ അരാജകത്വമല്ല, ആന്തരികമായ അനുരൂപതയാണെന്ന് കാൾ യുങ് ഒരിക്കൽ എഴുതി. സ്വന്തം സ്വത്വത്തിന്റെ മന്ദഗതിയിലുള്ള ശോഷണം. അംഗീകാരത്തിനുവേണ്ടി, ഉപരിപ്ലവമായ വിജയത്തിനുവേണ്ടി, വ്യക്തിത്വത്തെ ശിക്ഷിക്കുന്ന ഒരു വ്യവസ്ഥിതിയുടെ സാധൂകരണത്തിനുവേണ്ടി ആത്മാവിന്റെ നിശബ്ദമായ കീഴടങ്ങൽ. നമ്മൾ എങ്ങനെയാണിവിടെ എത്തിപ്പെട്ടത്? നമ്മൾ പഠിക്കും, ജോലി നേടും, ഒരു കുടുംബത്തെ കെട്ടിപ്പടുക്കും, പണം സമ്പാദിക്കും, അതായിരിക്കും നല്ല ജീവിതത്തിനുള്ള ഫോർമുല എന്ന് അവർ നമ്മളോട് പറഞ്ഞു. പക്ഷേ അത് നമ്മൾ ശരിക്കും ആഗ്രഹിച്ചതാണോ എന്ന് ആരും നമ്മളോട് ചോദിച്ചില്ല. ഉള്ളിലേക്ക് നോക്കാൻ ആരും നമ്മളെ പഠിപ്പിച്ചില്ല. അനുസരണയുടെ അദൃശ്യമായ വിലയ്ക്ക് ആരും നമ്മളെ ഒരുക്കിയില്ല. ഇപ്പോൾ ദശലക്ഷക്കണക്കിനാളുകൾ ഉറങ്ങി നടക്കുന്നവരെപ്പോലെ ജീവിതത്തിലൂടെ നടക്കുന്നു. പ്രവർത്തനക്ഷമരും സൗമ്യരും വിജയികളായി തോന്നുന്നവരും, പക്ഷേ ശൂന്യരും. അവർ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ടല്ല ക്ഷീണം, മറിച്ച് അവർ ആകുന്നതിൽ നിന്ന് നിർത്തിയതുകൊണ്ടാണ്. നമ്മുടെ സമൂഹത്തിൽ ഒരദൃശ്യമായ കെണിയുണ്ട്, യുങ് വ്യക്തതയോടെ കണ്ട ഒന്ന്. ആധുനിക വ്യക്തിക്ക് ആത്മാവില്ല, ഒരു പ്രവർത്തനം മാത്രമേയുള്ളൂ. അനുഭവിക്കാനല്ല, പ്രകടനം നടത്താൻ. ചോദ്യം ചെയ്യാനല്ല, ഉൽപ്പാദിപ്പിക്കാൻ. ആകാനല്ല, അനുരൂപപ്പെടാൻ വേണ്ടിയാണ് നമ്മൾ പരിശീലിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ അവസാനമായി എപ്പോഴാണ് നിങ്ങൾ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തെ, നിങ്ങളുടെ ജോലിയെ, നിങ്ങളുടെ ബന്ധങ്ങളെ, നിങ്ങളുടെ ലക്ഷ്യങ്ങളെ ശരിക്കും ചോദ്യം ചെയ്തത്? അവ ശരിക്കും നിങ്ങളുടേതാണോ? അതോ കാര്യക്ഷമതയെ ആരാധിക്കുകയും ആത്മപരിശോധനയെ പരിഹസിക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരം പതിച്ചു തന്നതാണോ? ഇതിനെക്കുറിച്ച് ചിന്തിക്കുക. ആധികാരികതയുടെ ഒരു സ്ഥാനത്ത് നിന്ന് നിങ്ങൾ എത്ര തീരുമാനങ്ങളെടുത്തിട്ടുണ്ട്? എത്രയെണ്ണം ഭയത്തിൽ നിന്ന് ജനിച്ചതാണ്? മറ്റുള്ളവരെ നിരാശപ്പെടുത്തുമോ, പരാജയപ്പെടുമോ, യോജിച്ചില്ലെങ്കിലോ എന്ന ഭയം. ആ നിശബ്ദമായ ഭയത്തിൽ നിങ്ങളുടെ എത്രമാത്രം സ്വത്വത്തെ നിങ്ങൾ മറച്ചുവെച്ചിട്ടുണ്ട്? ഇതൊരു അവധിക്കാലം പരിഹരിക്കുന്ന തരത്തിലുള്ള ക്ഷീണമല്ല. ഒരു പുതിയ ബിസിനസ്സോ സ്വയം സഹായ പുസ്തകമോ പരിഹരിക്കുന്ന ഒന്നല്ല. അതിനേക്കാൾ ആഴമുള്ളതാണിത്. അർത്ഥം നിറഞ്ഞ ഒരു ജീവിതത്തിനായി യാചിക്കുന്ന ഒരാത്മാവിന്റെ നിശബ്ദമായ നിലവിളിയാണിത്. മറ്റുള്ളവർ ശരിയെന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ പേരിൽ നിങ്ങൾ പിന്നിലുപേക്ഷിച്ച ജീവിതത്തിന്റെ നിഴലാണിത്. ഈ അസ്വസ്ഥതയ്ക്ക് ആധുനിക മനഃശാസ്ത്രം മരുന്ന് നൽകാൻ ശ്രമിക്കുന്നു. അതിന് ക്ലിനിക്കൽ പേരുകൾ നൽകുന്നു, അതിന്റെ ലക്ഷണങ്ങളെ ഒറ്റപ്പെടുത്തുന്നു, അത് കൈകാര്യമാകാനാകുമെന്ന് നിങ്ങളോട് പറയുന്നു. എന്നാൽ യുങ് എന്തോ അത്യാവശ്യമായ കാര്യം മനസ്സിലാക്കിയിരുന്നു. കാരണമില്ലാതെ ആത്മാവ് കഷ്ടപ്പെടുന്നില്ല. ക്ഷീണത്തിനു പിന്നിലും, വിട്ടുമാറാത്ത വിരസതയ്ക്ക് പിന്നിലും, നിരന്തരമായ ഉത്കണ്ഠയ്ക്ക് പിന്നിലും മിക്ക ആളുകളും അഭിമുഖീകരിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു ഭീതിജനകമായ സത്യമുണ്ട്. നിങ്ങൾ ജീവിക്കുന്ന ജീവിതം നിങ്ങളുടേതല്ല. എന്നിട്ടും എല്ലാ പ്രഭാതത്തിലും നിങ്ങൾ അതേ ചടങ്ങ് ആവർത്തിക്കുന്നു. കാരണം ജീവിക്കാത്ത ജീവിതത്തിന്റെ അഗാധതയിലേക്ക് ഉറ്റുനോക്കുന്നതിനേക്കാൾ എളുപ്പമാണ് ഉറങ്ങിക്കിടക്കുന്നത്. ആ യന്ത്രസംവിധാനം നിങ്ങളെ നശിപ്പിക്കുന്നുണ്ടോ എന്ന് നിർത്തി ചോദിക്കുന്നതിനേക്കാൾ സുഖകരമാണ് ആ യന്ത്രത്തിന്റെ ഭാഗമായിരിക്കുന്നത്. എന്നാൽ ക്ഷീണത്തിനപ്പുറത്തേക്ക് നോക്കാൻ നിങ്ങൾ ധൈര്യപ്പെട്ടെങ്കിലോ, നിങ്ങളായിരിക്കേണ്ട ആളിനെ നിർദ്ദേശിക്കുന്ന സാമൂഹിക പ്രോഗ്രാമിംഗ് അഴിച്ചുമാറ്റാൻ തുടങ്ങിയാൽ നിങ്ങൾ എന്തു കണ്ടെത്തും? സ്വീകാര്യമായ ഒരു ജീവിതത്തിന്റെ വ്യാജസുരക്ഷിതത്വം ഉപേക്ഷിച്ച് ആധികാരികമായ ഒരു ജീവിതം ജീവിക്കാൻ നിങ്ങൾ തയ്യാറാണോ? കാരണം ആരും നിങ്ങളോട് പറയാത്ത ഒരു കാര്യമുണ്ട്. എപ്പോഴാണ് താൻ ജയിലിലാണെന്ന് ആത്മാവിനറിയും.
നിങ്ങൾക്കത് നിലവിളിക്കുന്നത് കേൾക്കാൻ കഴിയുന്നില്ലെങ്കിലും നിശബ്ദത ഭാരമുള്ളതാണ്. അത് നിങ്ങളെ ഉപയോഗിച്ച് തീർക്കുന്നു. ഒരു ദിവസം നിങ്ങൾ ഉണരുമ്പോൾ അത് വളരെ വൈകിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കും. ആ നിലനിൽപ്പിന്റെ നിശബ്ദതയിലാണ് യഥാർത്ഥ യാത്ര ആരംഭിക്കുന്നത്. കാരണം ഇതൊരു വൈകാരിക പ്രശ്നം മാത്രമല്ല, നൂറ്റാണ്ടുകളായി നിശബ്ദമായി വളരുന്ന തത്വചിന്താപരമായ വേരുകളുള്ള ഒരു ആഴത്തിലുള്ള മാനസിക പ്രതിഭാസമാണിത്. എപ്പോഴും അവിടെയുണ്ടായിരുന്നതും നിങ്ങൾ അഭിമുഖീകരിക്കാൻ കാത്തിരിക്കുന്നതുമായ കാര്യങ്ങൾ കാണുന്നതിനായി ഇപ്പോൾ ആ വേരുകൾ കുഴിച്ചെടുക്കേണ്ട സമയമാണിത്. മറഞ്ഞിരിക്കുന്ന പ്രശ്നവും അതിൻ്റെ മാനസിക ഉത്ഭവവും. എല്ലാ ദിവസവും ദശലക്ഷക്കണക്കിന് ആത്മാക്കളിൽ അരങ്ങേറുന്ന ഒരു നിശബ്ദ ദുരന്തമുണ്ട്. അത് മെഡിക്കൽ പാഠപുസ്തകങ്ങളിൽ കാണപ്പെടുന്നില്ല. 15 മിനിറ്റ് കൂടിയാലോചനയിൽ അത് രോഗനിർണയം നടത്താനാവില്ല. എന്നാൽ അത് ജീവിതത്തെ ഉള്ളിൽ നിന്ന് ഉപയോഗിച്ച് തീർക്കുന്നു. നമ്മൾ ആരാണോ അവനും നമ്മൾ ജീവിക്കുന്ന ജീവിതവും തമ്മിലുള്ള ബന്ധവിച്ഛേദം. കാൾ യുങ് അതിനെ സ്വത്വത്തിൽ നിന്നുള്ള അകൽച്ച എന്ന് വിശേഷിപ്പിച്ചു. വ്യക്തി തങ്ങളുടെ ആന്തരിക സത്തയിൽ നിന്ന് വളരെയധികം അകന്നു പോകുകയും അവരൊരു മുഖംമൂടിക്ക് പിന്നിൽ ജീവിക്കാൻ തുടങ്ങുകയും ചെയ്യുന്ന ഒരു അഗാധമായ മാനുഷിക പ്രതിഭാസം. പുഞ്ചിരിക്കുകയും പ്രവർത്തിക്കുകയും സംവദിക്കുകയും വിജയിക്കുക പോലും ചെയ്യുന്ന ഒരു മുഖംമൂടി. ഉള്ളിൽ ആഴത്തിൽ ആത്മാവ് കേൾക്കപ്പെടാതെയും കാണപ്പെടാതെയും നിലവിളിക്കുമ്പോൾ ഈ മുഖംമൂടി വളരെ പരിശീലിച്ചതായിത്തീരുന്നു. അത് ശരിക്കും നമ്മൾ ആരാണെന്ന് നമ്മൾ തന്നെ വിശ്വസിക്കാൻ തുടങ്ങും. എന്നാൽ ഉപരിതലത്തിന് താഴെ ഒരു നിശബ്ദ വേദനയുണ്ട്, ഒരു വ്യാജത്തിന്റെ ബോധം, നമ്മുടെ സ്വന്തം ജീവിതത്തിൽ പെട്ടവരല്ല എന്ന ബോധം. നാം എങ്ങനെയാണ് ഇത്ര വിഘടിച്ച അവസ്ഥയിലെത്തിച്ചേരുന്നത്? അത് പെട്ടെന്നോ നാടകീയമായോ സംഭവിക്കുന്നില്ല. അത് ബാല്യത്തിൽ ആരംഭിക്കുന്നു. അക്രമത്തിലൂടെയോ വ്യക്തമായ അവഗണനയിലൂടെയോ അല്ല, മറിച്ച് വളരെ സൂക്ഷ്മവും വഞ്ചനപരവുമായ എന്തെങ്കിലും കൊണ്ടാണ്. വ്യവസ്ഥാപിത സ്നേഹം. വളരെ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ പഠിക്കുന്നു. നമ്മുടെ യോഗ്യത, നമ്മുടെ മൂല്യം, സ്നേഹിക്കപ്പെടാനുള്ള നമ്മുടെ അവകാശം പോലും അനുസരിക്കാനും പ്രീതിപ്പെടുത്താനും പ്രതീക്ഷകൾക്കനുസൃതമായി ജീവിക്കാനുമുള്ള നമ്മുടെ കഴിവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അങ്ങനെ കുറച്ചുകൂടി വീതം നമ്മൾ സാമൂഹികമായി അംഗീകാരയോഗ്യമായ ഒരു വ്യക്തിത്വം കെട്ടിപ്പടുക്കുന്നു. മറ്റുള്ളവർ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ആളായി നമ്മൾ മാറുന്നു. അങ്ങനെ ചെയ്യുന്നതിലൂടെ ആ അച്ചിൽ യോജിക്കാത്ത നമ്മുടെ സ്വത്വത്തിന്റെ ഭാഗങ്ങൾ നമ്മൾ മുറിച്ചുമാറ്റാൻ തുടങ്ങുന്നു. നമ്മൾ നമ്മുടെ സംവേദനക്ഷമതയെ മൂർഖമാക്കുന്നു, നമ്മുടെ കോപത്തെ മറയ്ക്കുന്നു, നമ്മുടെ അവബോധത്തെ അവഗണിക്കുന്നു, നമ്മുടെ വിചിത്രമായ സ്വപ്നങ്ങളെ തള്ളിക്കളയുന്നു, മുതിർന്നവരെ അസ്വസ്ഥരാക്കിയ ചോദ്യങ്ങളെ അടിച്ചമർത്തുന്നു. നമ്മൾ നിഷേധിക്കുന്ന ഓരോ സമാധാനവും, ഞങ്ങൾ മറയ്ക്കുന്ന ഓരോ സ്വഭാവവും ആധികാരികതയേക്കാൾ അനുരൂപതയ്ക്ക് പ്രതിഫലം നൽകുന്ന ഒരു ലോകത്ത് നിലനിൽപ്പിനുള്ള ഒരു കീഴടങ്ങലാണ്. അനുരൂപപ്പെടുക എന്ന പേരിൽ നമ്മെ സമ്പൂർണരാക്കുന്ന ഘടകങ്ങളെ തന്നെ നമ്മൾ അടിച്ചമർത്തുന്നു. യുങ് ഒരു മുന്നറിയിപ്പ് നൽകി. നിങ്ങൾ നിഷേധിക്കുന്നത് നിങ്ങളെ കീഴ്പ്പെടുത്തുന്നു, നിങ്ങൾ സ്വീകരിക്കുന്നത് നിങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നു. എന്നിട്ടും ആധുനിക സമൂഹം സ്വീകാര്യതയെ പ്രോത്സാഹിപ്പിക്കുന്നില്ല, അത് നിഷേധത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. നമ്മുടെ ആഴത്തിലുള്ള സത്യങ്ങൾ മറയ്ക്കാനും നമ്മുടെ പരുഷതയിൽ നിന്നും ദുർബലതയിൽ നിന്നും സഹജവാസനകളിൽ നിന്നും വിച്ഛേദിക്കപ്പെടാനും അത് നമ്മെ പരിശീലിപ്പിക്കുന്നു. അംഗീകാരത്തിനും വിജയത്തിനും തങ്ങൾക്കും പ്രതിഫലമായി ആത്മാവിന്റെ ഭാഗങ്ങൾ മുറിച്ചുമാറ്റാൻ നമ്മെ പഠിപ്പിക്കുന്നു. ഓരോ ആന്തരിക വിട്ടുവീഴ്ചയിലും നമ്മൾ പുറമേ കൂടുതൽ മിനിക്കപ്പെടുകയും ഉള്ളിൽ കൂടുതൽ പൊള്ളയാവുകയും ചെയ്യുന്നു. ഇതൊരു പുതിയ പ്രതിസന്ധിയല്ല. യുങ്ങിനു മുമ്പുള്ള ചിന്തകരും ഇതേ ആത്മീയ വിള്ളൽ കണ്ടു. നീറ്റ്ഷെ അതിനെ അടിമയുടെ ധാർമ്മികത എന്ന് വിളിച്ചു. അനുസരണത്തിലും ഭയത്തിലും ബാഹ്യമായ സാധൂകരണത്തിനായുള്ള നിരാശാജനകമായ ആവശ്യത്തിലും വേരൂർന്നിയ ഒരു ജീവിതരീതി. ഷോപ്പൻഹവർ അതിനെ മിഥ്യയുടെ മൂടുപടം എന്ന് വിശേഷിപ്പിച്ചു. അന്തമില്ലാത്ത ആഗ്രഹത്തിൽ കുടുങ്ങിയ ഒരു ജീവിതം ഒരിക്കലും യഥാർത്ഥ സമാധാനത്തിൽ എത്തിച്ചേരുന്നില്ല. സാർത്ര് അതിനെ ദുർവിശ്വാസം എന്ന് വിളിച്ചു. നാം ആരാകണമെന്ന് തിരഞ്ഞെടുക്കാനുള്ള നമ്മുടെ സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്ന ഒരു ജീവിതം ജീവിക്കുന്നതിന്റെ ആത്മവഞ്ചന. എന്നാൽ യുങ് കൂടുതൽ ആഴത്തിൽ പോയി. പ്രശ്നത്തിന്റെ വേര് സാംസ്കാരികം മാത്രമല്ല, ആഴത്തിൽ മാനസികവുമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അത് കൂട്ടായ അബോധത്തിലാണ് കിടക്കുന്നത്. ചിഹ്നങ്ങൾ, ആർക്കിടൈപ്പുകൾ, പാരമ്പര്യമായി ലഭിച്ച മാനസിക ഘടനകൾ എന്നിവ കൊണ്ട് നിർമ്മിതമായ ഒരു വിശാലമായ ആന്തരിക ഭൂപ്രകൃതി. അവ നമുക്ക് ബോധമുണ്ടാകുന്നതിന് വളരെ മുമ്പേ തന്നെ ഉള്ളിൽ നിന്ന് നമ്മെ രൂപപ്പെടുത്തുന്നു. യുങ് അനുസരിച്ച് ഓരോ ആത്മാവും ഒരു അതുല്യമായ പാത വഹിക്കുന്നു. വ്യക്തീകരണം എന്ന് വിളിക്കപ്പെടുന്ന ഒരു യാത്ര. നമ്മൾ തള്ളിക്കളയാനോ ഉപേക്ഷിക്കാനോ മറയ്ക്കാനോ നിർബന്ധിതരായ ആ ഭാഗങ്ങൾ പോലും സ്വത്വത്തിന്റെ എല്ലാ ഭാഗങ്ങളെയും സമന്വയിപ്പിക്കുന്ന ഒരു പവിത്രമായ പ്രക്രിയയാണിത്.
എന്നിട്ടും ആധുനിക ലോകത്തിന് ഈ ആന്തരിക യാത്രയ്ക്ക് ഇടമില്ല. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ ആത്മപരിശോധന പഠിപ്പിക്കുന്നില്ല. നമ്മുടെ ജോലി ചെയ്യുന്ന അന്തരീക്ഷം അപൂർവമായി ആധികാരികതയ്ക്ക് പ്രതിഫലം നൽകുന്നു. നമ്മുടെ കുടുംബ സമ്പ്രദായങ്ങൾ പലപ്പോഴും സ്നേഹത്തിന്റെ മറവിൽ ആഘാതത്തിന്റെ ചക്രങ്ങൾ അബോധത്തിൽ ആവർത്തിക്കുന്നു. അപ്പോൾ ഈ അഭാവത്തിന്റെ മുമ്പാകെ നാം എന്തു ചെയ്യും? നാം അനുരൂപപ്പെടുന്നു. കാര്യക്ഷമവും ഉൽപ്പാദനക്ഷമവും സമ്മതമുള്ളതുമായ ഐഡന്റിറ്റികൾ നാം കെട്ടിപ്പടുക്കുന്നു. ലോകം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് നാം ആകുന്നു. അങ്ങനെ ചെയ്യുന്നതിലൂടെ നാം ആയിരിക്കേണ്ട ആളായിരിക്കണമെന്ന് ലോകം പറയുന്നതിനു മുമ്പ് നാം ആരായിരുന്നുവെന്ന് നാം മറക്കുന്നു. നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന ക്ഷീണത്തിന്റെ ആഴമുള്ള വേരിതാണ്. അത് ശാരീരിക ക്ഷീണമല്ല, അത് ആത്മാവിന്റെ ഒരു വിശപ്പാണ്. നിങ്ങൾ ജീവിക്കുന്ന ജീവിതവും നിങ്ങളുടെ ആത്മാവ് ഇവിടെ അനുഭവിക്കാൻ വന്ന ജീവിതവും തമ്മിലുള്ള ഒരു പിരിമുറുക്കം, നിങ്ങളുടെ ബാഹ്യപ്രകടനവും നിങ്ങളുടെ ആന്തരിക സത്യവും തമ്മിലുള്ള ഒരു പൊരുത്തക്കേട്, ഏറ്റവും ദാരുണമായ വിരോധാഭാസം. പലരും ഈ ആത്മീയ ശൂന്യത കൂടുതൽ പരിശ്രമം കൊണ്ട് ഭേദമാക്കാൻ ശ്രമിക്കുന്നു എന്നതാണ്. അവർ ലക്ഷ്യങ്ങൾ പിന്തുടരുന്നു, ദിനചര്യകൾ ആരംഭിക്കുന്നു, ഡയറ്റുകൾ പിന്തുടരുന്നു, അവരുടെ ജീവിതം പുനഃക്രമീകരിക്കുന്നു. അവർ മതിയായ പുരോഗതി നേടിയാൽ ആ ശൂന്യത അപ്രത്യക്ഷമാകുമെന്ന് വിശ്വസിച്ച്. എന്നാൽ നേട്ടങ്ങൾ കൊണ്ട് ആത്മാവിനെ പോഷിപ്പിക്കാൻ കഴിയില്ല. ഉൽപ്പാദനക്ഷമത കൊണ്ട് നിങ്ങളുടെ ആത്മാവിന്റെ മുറിവേറ്റ ഭാഗങ്ങളെ സുഖപ്പെടുത്താൻ കഴിയില്ല. നിങ്ങൾ നിഷേധിക്കുകയും ലജ്ജിപ്പിക്കുകയും നാടുകടത്തുകയും ചെയ്ത സ്വത്വത്തിന്റെ ഭാഗങ്ങളായ നിഴൽ നിങ്ങളുടെ ടു-ഡു ലിസ്റ്റ് പൂർത്തിയായതുകൊണ്ട് അപ്രത്യക്ഷമാകുന്നില്ല. ഒരു ബാഹ്യ നേട്ടത്തിനും ഒരു ആന്തരിക ശൂന്യത നിറയ്ക്കാൻ കഴിയില്ല. ഏകപാത മുന്നോട്ട് അകത്തേക്കാണ്. നിർത്താനും കേൾക്കാനും, നിങ്ങൾ മരവിപ്പിച്ച കാര്യങ്ങൾ അനുഭവിക്കാനും, ഒരിക്കൽ നിങ്ങൾ ഉപേക്ഷിച്ച സ്വത്വത്തിന്റെ കഷണങ്ങൾ തിരികെ പിടിക്കാനും, മുഖംമൂടിക്കപ്പുറത്തേക്ക് നീങ്ങാനും, അതിന് താഴെയുള്ള മുഖമോർക്കാനും. സത്യമിതാണ്, നിങ്ങളുടെ ആത്മാവ് ഒരിക്കലും വിളിക്കുന്നത് നിർത്തിയിട്ടില്ല. അത് നിങ്ങളുടെ ഉത്കണ്ഠയിലൂടെയും അസംതൃപ്തിയിലൂടെയും അസ്വസ്ഥതയിലൂടെയും മന്ത്രിക്കുന്നു. ശിക്ഷയായിട്ടല്ല, ഒരു വഴികാട്ടിയായിട്ടാണ്. കാരണം നിങ്ങളുടെ യഥാർത്ഥ സ്വത്വം നഷ്ടപ്പെട്ടിട്ടില്ല. അത് പ്രതീക്ഷകളുടെയും ഭയത്തിന്റെയും മറന്നുപോയ സ്വപ്നങ്ങളുടെയും പാളികൾക്ക് താഴെ കുഴിച്ചിടപ്പെട്ടിരിക്കുന്നു. അതിനു വേണ്ടത് വീട്ടിലേക്ക് വരിക മാത്രമാണ്. എന്നാൽ ആത്മാവിലെ ഒരു ദ്വാരം നിങ്ങൾക്ക് നേട്ടങ്ങൾ കൊണ്ട് നിറയ്ക്കാൻ കഴിയില്ല. ഉൽപ്പാദനക്ഷമത കൊണ്ട് നിങ്ങൾക്ക് നിഴലിനെ മൂർഖമാക്കാൻ കഴിയില്ല. കാൾ യൂങ് പഠിപ്പിച്ചു, നിഴൽ തന്നെ തിന്മയല്ല, മറിച്ച് അടിച്ചമർത്തപ്പെട്ടതാണ്. നാം നാടുകടത്തുന്ന സ്വത്വത്തിന്റെ ഭാഗങ്ങൾ. നിങ്ങൾ മറയ്ക്കുന്നത് അപ്രത്യക്ഷമാകുന്നില്ല. അത് ക്ഷീണമായും ഉത്കണ്ഠയായും ആത്മനാശമായും രൂപാന്തരപ്പെടുന്നു. ഇത് അർത്ഥശൂന്യമാണ് എന്ന് മന്ത്രിക്കുന്ന ആ നിശബ്ദമായ ആന്തരിക ശബ്ദമായി അത് മാറുന്നു. പരിശീലിപ്പിച്ച് അവഗണിക്കാൻ പഠിച്ച ശബ്ദം. തുടർന്ന് ഒരു ദിവസം നിങ്ങൾക്ക് ക്ഷീണം അനുഭവപ്പെടുന്നു. നിങ്ങൾ കണ്ണാടിയിൽ നോക്കുകയും തിരികെ നോക്കുന്ന കണ്ണുകളെ തിരിച്ചറിയുന്നില്ല. നിങ്ങൾ ഇപ്പോഴും ശ്വസിക്കുന്നു, പക്ഷേ നിങ്ങൾ ഇനി ജീവിക്കുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഒരു യന്ത്രത്തിലെ ഒരു ഗിയർ പോലെ നിങ്ങൾ പ്രവർത്തിക്കുന്നു. എങ്ങനെ രക്ഷപ്പെടണമെന്ന് നിങ്ങൾക്കറിയാത്ത ഒന്ന്. വിക്ടർ ഫ്രാങ്കലും മനസ്സിലാക്കിയത് യൂങ് പ്രതിധ്വനിപ്പിച്ചു. അർത്ഥമില്ലാത്തപ്പോൾ നാം ശ്രദ്ധതിരിപ്പിന് അടിമകളാകുന്നു. ആനന്ദമോ അധികാരമോ സാധൂകരണമോ പകരമാകുന്നു. അതിന്നത്തെ പെരുമാറ്റത്തിന്റെ ഒരു വലിയ ഭാഗത്തെ വിശദീകരിക്കുന്നു. സോഷ്യൽ മീഡിയയുടെ നിർബന്ധിത ഉപയോഗം, ഏകാന്തതയോടുള്ള ഭയം, നിരന്തരമായ താരതമ്യം, മറ്റുള്ളവരുടെ കണ്ണിൽ ആരെങ്കിലും ആകാനുള്ള ഭ്രാന്ത്, ഇതെല്ലാത്തിനും താഴെ ഒരേ വേരാണ്. നമുക്ക് ആത്മാവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടിരിക്കുന്നു. യുങ് പറഞ്ഞു, ആത്മാവ് നിലവിളിക്കുന്നില്ല, അത് മന്ത്രിക്കുന്നു. നിങ്ങൾ അതിന്റെ ശബ്ദത്തെ അവഗണിക്കുകയാണെങ്കിൽ അത് നിങ്ങളെ ഉള്ളിൽ നിന്ന് പതുക്കെ വറ്റിച്ചുകളയും. അതാണ് ആഴത്തിലുള്ള പ്രശ്നം. നിങ്ങൾ ചെയ്യുന്നതുകൊണ്ടല്ല നിങ്ങൾ ക്ഷീണിതരായിരിക്കുന്നത്. നിങ്ങളത് ചെയ്യുമ്പോൾ അടിച്ചമർത്തുന്ന കാര്യങ്ങൾ കൊണ്ടാണ് നിങ്ങൾ ക്ഷീണിതരായിരിക്കുന്നത്. നിങ്ങൾക്ക് തന്നെയല്ല, വ്യവസ്ഥിതിയെ സേവിക്കാൻ കണ്ടീഷൻ ചെയ്യപ്പെട്ടിരിക്കുന്നു. ആ സത്യം അഭിമുഖീകരിക്കുന്നില്ലെങ്കിൽ ആന്തരിക ശൂന്യത വികസിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് പുറത്തുള്ള ഒന്നിനും അത് നിറയ്ക്കാൻ കഴിയില്ല. ഇപ്പോൾ നിങ്ങളുടെ ക്ഷീണത്തിന്റെ മറഞ്ഞിരിക്കുന്ന വേരുകൾ നിങ്ങൾ കണ്ടുകഴിഞ്ഞു. കൂടുതൽ അടിയന്തരമായ ഒരു ചോദ്യം ഉയർന്നുവരുന്നു. ഈ ശൂന്യത നിങ്ങൾ തിരിച്ചറിയാതെ തന്നെ നിങ്ങളോട് എന്താണ് ചെയ്യുന്നത്? കാരണം അതിന്റെ ഫലങ്ങൾ അനുഭവപ്പെടുക മാത്രമല്ല, നിങ്ങൾ എങ്ങനെ സ്നേഹിക്കുന്നു, എങ്ങനെ ജോലി ചെയ്യുന്നു, എങ്ങനെ നിങ്ങൾ സ്വന്തം സ്വപ്നങ്ങളെ നിശബ്ദമായി ഉപേക്ഷിക്കുന്നു എന്നിവയിലേക്ക് അവ വ്യാപിക്കുന്നു. അടുത്ത നിമിഷങ്ങളിൽ ഈ അദൃശ്യമായ മുറിവ് നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളെയും എങ്ങനെ രൂപപ്പെടുത്തുന്നുവെന്ന് നിങ്ങൾ കാണും. അതിന്റെ അദൃശ്യമായ അനന്തരഫലങ്ങൾ. നിങ്ങളത് കാണുന്നില്ല. അതിന് നിറമോ രൂപമോ ഇല്ല. എന്നാൽ അത് നിങ്ങളുടെ ശബ്ദത്തിന്റെ ഏറ്റക്കുറച്ചിലിലും നിങ്ങൾ മറ്റുള്ളവരുമായി എങ്ങനെ ബന്ധപ്പെടുന്നു എന്നതിലും നിങ്ങൾ എന്ത് സ്വപ്നം കാണുന്നു എന്നതിലും, കൂടുതൽ കൃത്യമായി പറഞ്ഞാൽ നിങ്ങൾ ഇനി സ്വപ്നം കാണാൻ ധൈര്യപ്പെടാത്തതിലുമുണ്ട്.
നിങ്ങൾ ഒരിക്കലും തിരഞ്ഞെടുത്തിട്ടില്ലാത്ത ഒരു ജീവിതത്തിൽ കുടുങ്ങിക്കിടക്കുമ്പോൾ നിങ്ങളുടെ ഓരോ ഭാഗവും ജയിലുമായി പൊരുത്തപ്പെടുന്നു. നിങ്ങളുടെ ഭാഷ മങ്ങുന്നു, നിങ്ങളുടെ വികാരങ്ങൾ മരവിക്കുന്നു, നിങ്ങളുടെ കണ്ണുകളിലെ പ്രകാശം മങ്ങുന്നു. ഏറ്റവും അപകടകരമായി, നിങ്ങൾ സ്വയം ചിന്തിക്കുന്നത് നിർത്തുന്നു. നിങ്ങൾ ഒരിക്കലും ചോദ്യം ചെയ്തിട്ടില്ലാത്ത സത്യങ്ങൾ പ്രതിധ്വനിക്കാൻ തുടങ്ങുന്നു. ഒരിക്കലും യഥാർത്ഥമായി അനുഭവിച്ചിട്ടില്ലാത്ത വിശ്വാസങ്ങളെ പ്രതിരോധിക്കുന്നു. ഒരിക്കലും നിങ്ങളുടേതല്ലാത്ത ലക്ഷ്യങ്ങൾ പിന്തുടരുന്നു. എന്നാൽ ഇത് ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കുന്നില്ല. ആത്മാവ് ഒറ്റ നിമിഷത്തിൽ കീഴടങ്ങുന്നില്ല. അത് പാളികളായി നിശബ്ദമായി പിൻവാങ്ങുന്നു. പ്രതിരോധം വ്യർത്ഥമാണെന്ന് പതുക്കെ പഠിക്കുന്ന ഒരു മൃഗത്തെപ്പോലെ. ആദ്യം നിങ്ങൾ ചെറിയ ആഗ്രഹങ്ങൾ ഉപേക്ഷിക്കുന്നു. പിന്നീട് നിങ്ങളുടെ അസ്വസ്ഥതയെ മൂർഖമാക്കുന്നു. പിന്നീട് നിങ്ങളുടെ നിരാശയെ ന്യായീകരിക്കുന്നു. ഒടുവിൽ ക്ഷീണം സാധാരണമായി തോന്നുകയും കീഴടങ്ങൽ ഒരു സദ്ഗുണം പോലെ തോന്നാൻ തുടങ്ങുകയും ചെയ്യും. മനുഷ്യ മനസ്സിനുള്ള ഏറ്റവും വലിയ ഭീഷണി തുറന്ന ആഘാതമല്ല, മറിച്ച് അതിന്റെ സ്വന്തം കേന്ദ്രത്തിൽ നിന്നുള്ള മന്ദഗതിയിലുള്ളതും നിശബ്ദവുമായ അകൽച്ചയാണെന്ന് കാൾ യുങ് മുന്നറിയിപ്പ് നൽകി. നിങ്ങൾക്കെന്താണ് വേണ്ടതെന്ന് ഇനി അറിയാത്തപ്പോൾ, നിങ്ങൾ ആരാണെന്ന് ഇനി അറിയാത്തപ്പോൾ, ആഗ്രഹമില്ലാതെ, തീക്ഷ്ണതയില്ലാതെ, ചോദ്യങ്ങളില്ലാതെ നിങ്ങൾ ജീവിക്കുമ്പോൾ. ഇത് പക്വതയല്ല, അത് കീഴടങ്ങലാണ്. കീഴടങ്ങലിന് യഥാർത്ഥ അനന്തരഫലങ്ങളുണ്ട്. ഒന്നാമതായി, നിങ്ങൾക്ക് സമയബോധം നഷ്ടപ്പെടുന്നു. ശരിക്കും നിങ്ങളുടേതല്ലാത്ത ഒരു ജീവിതം ജീവിക്കാൻ തുടങ്ങുമ്പോൾ ദിവസങ്ങൾ മങ്ങാൻ തുടങ്ങുന്നു. ഒരു ദിവസം അടുത്ത ദിവസത്തിലേക്ക് മങ്ങുന്നു. പെട്ടെന്ന് തിങ്കളും ബുധനും തമ്മിൽ വ്യത്യാസം കാണാൻ കഴിയാതെയാകുന്നു. വാരാന്ത്യങ്ങൾ പോലും അവയുടെ അർത്ഥം നഷ്ടപ്പെടുന്നു. ഒരു കാലത്ത് വിശ്രമത്തിന്റെയോ സന്തോഷത്തിന്റെയോ പ്രതീകമായിരുന്ന ശനിയാഴ്ച നിങ്ങളുടെ കലണ്ടറിലെ മറ്റൊരു സ്ലോട്ട് മാത്രമായി മാറുന്നു. ജീവിതം ജോലികളുടെയും കടമകളുടെയും ദിനചര്യകളുടെയും ഒരു ആവർത്തിത ചക്രമായി മാറുന്നു, വൈകാരിക മെമ്മറിയില്ലാതെ. സമയം ഇനി നിങ്ങൾ അനുഭവിക്കുന്ന ഒന്നായി തോന്നുന്നില്ല. അത് നിങ്ങൾ ഓടിക്കാൻ നിർബന്ധിതരായ ഒരു കൺവെയർ ബെൽറ്റായി മാറുന്നു. നിങ്ങൾ ഉണരുന്നു, ചലനങ്ങളിലൂടെ കടന്നുപോകുന്നു, ഉറങ്ങാൻ പോകുന്നു, ഒന്നും ശരിക്കും സംഭവിച്ചോ എന്ന് ആശ്ചര്യപ്പെടുന്നു. നിങ്ങൾ സാങ്കേതികമായി ജീവിച്ചിരിപ്പുണ്ട്, പക്ഷേ ശരിക്കും ജീവിക്കുന്നില്ല. രണ്ടാമതായി, നിങ്ങളുടെ സ്വയം പ്രതിച്ഛായ വികലമാകുന്നു. നിങ്ങൾ ഒരിക്കലായിരുന്ന വ്യക്തി, ഊർജ്ജസ്വലനും ജിജ്ഞാസുവും അനുഭവിക്കുന്നവനുമായ സ്വത്വം, മുഖംമൂടികളുടെയും പ്രതീക്ഷകളുടെയും പാളികൾക്ക് പിന്നിൽ അപ്രത്യക്ഷമാകാൻ തുടങ്ങുന്നു. നിങ്ങൾ ആരാണെന്ന് ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നു, പക്ഷേ ആഴത്തിലുള്ള തത്വചിന്താപരമായ രീതിയിലല്ല. അത് കൂടുതൽ ദിശാബോധമില്ലാത്ത ശൂന്യമായ ഒരു തരം സംശയമാണ്. നിങ്ങളൊരു അന്തർമുഖിയാണോ അതോ നടിക്കുന്നതിൽ നിന്നുള്ള ക്ഷീണം മാത്രമാണോ എന്ന് നിങ്ങൾ ആശ്ചര്യപ്പെടുന്നു. നിങ്ങൾ സ്നേഹിക്കുന്നത് നിർത്തിയോ, അതോ നിങ്ങളുടെ നിലവിലെ വൈകാരികാവസ്ഥയിൽ സ്നേഹം സ്വീകരിക്കുന്നതെങ്ങനെയെന്ന് മറന്നുപോയോ എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുന്നില്ല. ഒരു കാലത്ത് വളരെ വ്യക്തമായിരുന്ന നിങ്ങളുടെ കഴിവുകൾ ഇപ്പോൾ വിദൂരമോ ഭ്രമാത്മകമോ ആയി തോന്നുന്നു. നിങ്ങളുടെ അതിരുകൾ മങ്ങുന്നു. നിങ്ങളുടെ ആത്മാഭിമാനം തകരുന്നു. കണ്ണാടിയിലെ വ്യക്തിയെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അവർ മാറിയതുകൊണ്ടല്ല, മറിച്ച് നിങ്ങൾ സ്വയത്തിൽ നിന്ന് വളരെ അകന്നുപോയതുകൊണ്ടാണ്. നിങ്ങളുടെ സ്വന്തം പ്രതിബിംബം പോലും ഒരു അപരിചിതനായി തോന്നുന്നു. മൂന്നാമതായി, നിങ്ങൾ മറ്റുള്ളവരുമായി ബന്ധപ്പെടാൻ തുടങ്ങുന്നത് കുറവിന്റെ സ്ഥാനത്ത് നിന്നാണ്. നിങ്ങളുടെ ആത്മാവ് വിഘടിച്ചതായി തോന്നുമ്പോൾ നിങ്ങൾ സഹജമായി സ്വയത്തിന് പുറത്തേക്കെത്തുന്നു. ഉള്ളിൽ നഷ്ടപ്പെട്ടത് നിരാശയോടെ അന്വേഷിക്കുന്നു. നിങ്ങൾ സാധൂകരണത്തിനായും ദിശയ്ക്കായും ലക്ഷ്യബോധത്തിനായും തിരയുന്നു. മറ്റുള്ളവർ നിങ്ങൾക്കത് കടപ്പെട്ടിരിക്കുന്നതുകൊണ്ടല്ല, നിങ്ങളത് ഉള്ളിലെങ്ങനെ കണ്ടെത്താമെന്ന് മറന്നുപോയതുകൊണ്ടാണ്. അവിടെയാണ് ബന്ധങ്ങൾ കഷ്ടപ്പെടാൻ തുടങ്ങുന്നത്. ശൂന്യതയിൽ നിന്ന് ജനിക്കുന്ന ബന്ധങ്ങൾ ദുർബലമാണ്. അവ ബന്ധത്തിലല്ല, ആവശ്യത്തിലാണ് വേരൂന്നിയിരിക്കുന്നത്. കോഡിപ്പെൻഡൻസി ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. വിഷബന്ധങ്ങൾ ഉയർന്നുവരുന്നു. നിരാശാജനകമായ അറ്റാച്ച്മെന്റുകൾ രൂപപ്പെടുന്നു. സ്നേഹം കൊണ്ടല്ല, ഭയം കൊണ്ട്. തനിച്ചായിരിക്കുമോ, കാണപ്പെടാതെ പോകുമോ, സ്നേഹിക്കപ്പെടാതെ പോകുമോ എന്ന ഭയം. നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുന്നതുകൊണ്ടല്ല, നിങ്ങൾ സ്വന്തമായി സമ്പൂർണരായിരിക്കുക എന്നത് എങ്ങനെയുള്ളതാണെന്ന് ഇനി അറിയാത്തതുകൊണ്ടാണ് നിങ്ങൾ മുറുകെ പിടിക്കുന്നത്. നാലാമതായി, നിങ്ങൾ നിരന്തരം രക്ഷപ്പെടാൻ തുടങ്ങുന്നു. ഭക്ഷണത്തിലേക്ക്, അനന്തമായ സ്ക്രോളിംഗിലേക്ക്, പോണോഗ്രഫിയിലേക്ക്, അർത്ഥശൂന്യമായ വിനോദത്തിലേക്ക്, ആവേശകരമായ ഷോപ്പിംഗിലേക്ക്, ഉള്ളിലെ നിശബ്ദതയെ മരവിപ്പിക്കുന്ന എന്തിലേക്കും. നിങ്ങൾ മടിയനോ ദുർബലനോ ആയതുകൊണ്ടല്ല, മറിച്ച് നിങ്ങളുടെ യഥാർത്ഥ സ്വത്വവുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടതിന്റെ വേദന അസഹനീയമായതുകൊണ്ടാണ്. ന്യൂറോസയൻസ് ഇതിനെ പിന്തുണയ്ക്കുന്നു. നാം അപസ്വരത്തിൽ ജീവിക്കുമ്പോൾ, നമ്മുടെ ബാഹ്യപ്രവൃത്തികൾ നമ്മുടെ ആന്തരിക ആഗ്രഹങ്ങളുമായി വിരുദ്ധമാകുമ്പോൾ മസ്തിഷ്കം വിട്ടുമാറാത്ത സമ്മർദ്ദത്തിന്റെ അവസ്ഥയിലേക്ക് പ്രവേശിക്കുന്നു. അതിജീവന സർക്യൂട്ടുകൾ സജീവമാകുന്നു. കോർട്ടിസോളിന്റെ അളവ് ഉയരുന്നു. സ്വാഭാവിക ഡോപ്പാമൈൻ ഉൽപ്പാദനം കുറയുന്നു. നിങ്ങൾ ജീവിതത്തിലൂടെ നടക്കുന്നത് നിരന്തരമായ ജാഗ്രതയുടെ അവസ്ഥയിലാണ്. ദൃശ്യമായ ഭീഷണിയില്ലെങ്കിലും
നിങ്ങൾ ക്ഷീണിതനും പ്രകോപിതനും നിസ്സംഗനുമാണ്. പക്ഷെ എന്തുകൊണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഉള്ളിലെന്തോ കുഴപ്പമുണ്ടെന്നും തകർന്നതായും നിങ്ങൾക്കറിയാം. സമൂഹം ഇതിനെ പ്രായപൂർത്തി എന്ന് വിളിക്കുന്നു. എന്നാൽ കാൾ യുങ്ങിന് ഇതിന് മറ്റൊരു പേരുണ്ടായിരുന്നു: വ്യക്തീകരണത്തിന്റെ അഭാവം, ആത്മവളർച്ചയുടെ വിപരീതം. നിങ്ങളായിരിക്കേണ്ട ആളിന്റെ അഴിച്ചുപണിയാണിത്. ഇവിടെയാണ് ഏറ്റവും ക്രൂരമായ വിരോധാഭാസം. സമൂഹത്തിന്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് നിങ്ങൾ കൂടുതൽ വിജയിക്കുന്തോറും നിങ്ങൾ സ്വയം വഞ്ചിക്കാനുള്ള സാധ്യത കൂടുതലാണ്. നിങ്ങൾ കൂടുതൽ പ്രവർത്തനക്ഷമമായി കാണപ്പെടുന്തോറും നിങ്ങൾ യഥാർത്ഥത്തിൽ കൂടുതൽ വിച്ഛേദിക്കപ്പെട്ടിരിക്കാം. നിങ്ങൾക്ക് കൂടുതൽ പ്രശംസ ലഭിക്കുന്തോറും അനുരൂപതയുടെയും പ്രകടനത്തിന്റെയും പാളികൾക്ക് താഴെ നിങ്ങളുടെ സത്യം ആഴത്തിൽ കുഴിച്ചിടപ്പെട്ടേക്കാം. അങ്ങനെ ശൂന്യത വളരുന്നു, പരാജയത്തിൽ നിന്നല്ല, നിങ്ങളുടെ സത്തയുമായി യോജിക്കാത്ത കാര്യങ്ങളിൽ വിജയിക്കുന്നതിൽ നിന്നാണ്. ഈ നിലനിൽപ്പിന്റെ ശൂന്യത വലിയ ജീവിത തീരുമാനങ്ങളിൽ മാത്രമല്ല കാണിക്കുന്നത്, അത് ചെറിയ തീരുമാനങ്ങളിലേക്കും ഇഴഞ്ഞുകയറുന്നു. നിങ്ങളെ വറ്റിക്കുന്ന ജോലികൾ നിങ്ങൾ സ്വീകരിക്കുന്നു. നിങ്ങളെ ക്ഷീണിപ്പിക്കുന്ന സൗഹൃദങ്ങൾ നിങ്ങൾ നിലനിർത്തുന്നു. നിങ്ങളെ നിശബ്ദമായി നശിപ്പിക്കുന്ന ശീലങ്ങൾ നിങ്ങൾ ആവർത്തിക്കുന്നു. നിങ്ങളുടെ ശരീരം മുഴുവൻ വേണ്ട എന്ന് നിലവിളിക്കുമ്പോൾ നിങ്ങൾ ശരിയെന്ന് പറയുന്നു. ഏറ്റവും മോശം ഭാഗം പക്വത, യാഥാർത്ഥ്യബോധം, ഉത്തരവാദിത്തം തുടങ്ങിയ വാക്കുകൾ കൊണ്ട് നിങ്ങൾ അതെല്ലാം ന്യായീകരിക്കുന്നു. പ്രായപൂർത്തിയാകുക എന്നതിന്റെ അർത്ഥമിതാണെന്ന് നിങ്ങൾ സ്വയം ബോധ്യപ്പെടുത്തുന്നു. എന്നാൽ ആഴത്തിൽ എല്ലാ യുക്തിക്കും പ്രതിരോധ സംവിധാനങ്ങൾക്കും താഴെ നിങ്ങൾക്കറിയാം, എന്തോ കുഴപ്പമുണ്ടെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങളുടെ യഥാർത്ഥ സ്വത്വത്തിന്റെ ഒരു നിഴലായിരിക്കാനാണ് നിങ്ങൾ ജനിച്ചതെന്ന് നിങ്ങൾക്കറിയാം. മറ്റൊരു തരം ജീവിതം സാധ്യമാണെന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ അത് അനുരൂപതയിലൂടെയോ സുഖത്തിലൂടെയോ സ്വയം വെളിപ്പെടുത്തുന്ന പാതയല്ല. ആഘാതത്തെക്കുറിച്ചുള്ള തന്റെ പ്രവർത്തനങ്ങളിൽ സൈക്യാട്രിസ്റ്റ് ഗബോർ മാറ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വിശദീകരിക്കുന്നു. ഒരു വ്യക്തിക്ക് ആധികാരികതയ്ക്കും തങ്ങൾക്കുമിടയിൽ തിരഞ്ഞെടുക്കേണ്ടി വരുമ്പോൾ അവർ മിക്കവാറും എപ്പോഴും തങ്ങളെയാണ് തിരഞ്ഞെടുക്കുക. എന്തുകൊണ്ട്? കാരണം നിങ്ങൾ ആരാണെന്നതിനെ നിരസിക്കുന്നത് വേറാരെന്ന് നടിക്കുന്നതിനേക്കാൾ വേദനാജനകമാണ്. അതിനാൽ ചെറുപ്പം മുതലേ ഉപേക്ഷിക്കപ്പെടുമോ എന്ന ഭീതി ഒഴിവാക്കാൻ നമ്മുടെ ആധികാരികതയെ വഞ്ചിക്കാൻ നാം പഠിക്കുന്നു. എന്നാൽ ഈ അതിജീവന സംവിധാനം ഒരു വിലയോടെയാണ് വരുന്നത്. നിങ്ങൾ സ്വയത്തിന്റെ കൂടുതൽ സ്വീകാര്യമായ, കൂടുതൽ സഹനീയമായ, സാധാരണമായ ഒരു പതിപ്പായി മാറുന്നു. കുറച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ സ്വയമായിരിക്കുക എന്നതെങ്ങനെയുള്ളതാണെന്ന് നിങ്ങൾ മറക്കുന്നു. ഇപ്പോൾ നാം ഇവിടെയാണ്. ആശയക്കുഴപ്പമുള്ള, ഉത്കണ്ഠാകുലരായ, ഉയർന്ന പ്രകടനം നടത്തുന്ന എന്നാൽ ശൂന്യരായ ഒരു മുഴുവൻ തലമുറ. എല്ലാം ശരിയായി ചെയ്ത ആളുകൾ, എന്നിട്ടും എന്തോ കാണാതെ പോയതുപോലെ തോന്നുന്നു. സ്ക്രിപ്റ്റ് പിന്തുടർന്ന ആളുകൾ, വിദ്യാഭ്യാസം, ജോലി, ബന്ധങ്ങൾ, വിജയം പൊള്ളയായി തോന്നുന്ന ഒരു സ്ഥലത്തെത്തിച്ചേരാൻ മാത്രം. അനന്തരഫലങ്ങൾ എവിടെയോ ഭാവിയിൽ കാത്തിരിക്കുന്നില്ല. അവ ഇതിനകം ഇവിടെയുണ്ട്. നിങ്ങളുടെ ചിന്തകളിലും വികാരങ്ങളിലും തിരഞ്ഞെടുപ്പുകളിലും അസ്വസ്ഥതയിലും ക്ഷീണത്തിലും പ്രകടമാകുന്നു. നിങ്ങളിപ്പോൾ നിലനിൽക്കുന്ന രീതിയിൽ അവ നെയ്തെടുത്തിരിക്കുന്നു. നിങ്ങൾ ആന്തരിക ഭൂപ്രകൃതി മാറ്റിയില്ലെങ്കിൽ, നിങ്ങൾ എത്ര തവണ കരിയർ മാറ്റിയാലും, എത്ര ബന്ധങ്ങൾ അവസാനിപ്പിച്ചാലും, എത്ര രാജ്യങ്ങളിലേക്ക് താമസം മാറ്റിയാലും കാര്യമില്ല. നിങ്ങൾ എവിടെ പോയാലും നിങ്ങൾ അതേ വികാരം കൊണ്ടുപോകും. കാരണം യഥാർത്ഥ ജയിൽ നിങ്ങൾക്ക് പുറത്തല്ല, അത് നിങ്ങളുടെ ഉള്ളിലാണ്. രക്ഷപ്പെടൽ ബാഹ്യമായി പുനഃക്രമീകരിക്കുന്നതിൽ നിന്ന് വരുന്നില്ല, അത് ആഴത്തിലുള്ളതും നിശബ്ദവുമായൊരു വിപ്ലവത്തിൽ നിന്നാണ് വരുന്നത്. എന്നാൽ ഇവിടെയാണ് കഥ അവസാനിക്കുന്നത്. ഒരു വഴിയുണ്ട്, ഒരു നിശബ്ദമായ കലാപമുണ്ട്. ദേഷ്യത്തിലോ നാശത്തിലോ അല്ല, മറിച്ചൊരു ചോദ്യത്തിലൂടെ ആരംഭിക്കുന്നമെന്ന്. ഒരു ധീരവും അരിച്ചെടുക്കാത്തതും ആത്മാവിനെ കുലുക്കുന്നതുമായൊരു ചോദ്യം. ലോകം പ്രതീക്ഷിക്കുന്ന ആളാകുന്നത് നിർത്തി ഞാൻ യഥാർത്ഥത്തിൽ ആരാണോ ആ ആളാകാൻ തുടങ്ങിയാൽ എന്ത് സംഭവിക്കും? ഇവിടെയാണ് പരിവർത്തനം ആരംഭിക്കുന്നത്. നിങ്ങളുടെ ജോലി ഉപേക്ഷിക്കുന്നതിലോ എല്ലാറ്റിൽ നിന്നും അകന്നു പോകുന്നതിലോ അല്ല, അത് വെറുമൊരു തരം ഒഴിവാക്കലാണ്. യഥാർത്ഥ കലാപം നിങ്ങളുടെ ജീവിതം തീരിടേണ്ടതില്ല, അതിനുള്ളിൽ ഉണരേണ്ടതുണ്ട്. അത് രക്ഷപ്പെടുന്നതിന് പകരം അസ്വസ്ഥതയോടൊപ്പം ഇരിക്കാൻ ആവശ്യപ്പെടുന്നു. സമ്മതമുള്ളവരാകുന്നതിന് പകരം സത്യസന്ധരാകാൻ. ലോകത്തിന് വേറൊരാളെ വേണമെങ്കിലും നിമിഷം തോറും സ്വയം തിരഞ്ഞെടുക്കാൻ. അതെല്ലാം ആരംഭിക്കുന്നത് ഒരൊറ്റ ചോദ്യത്തിലൂടെയാണ്. വർഷങ്ങളുടെ കണ്ടീഷനിങ്ങിലൂടെയും പ്രകടനത്തിലൂടെയും നിശബ്ദതയിലൂടെയും തുളച്ചുകയറുന്ന ഒന്ന്. ഞാൻ ഇതുവരെ സ്വയമെന്ന് വിളിച്ചിരുന്നതെല്ലാം ശരിക്കും ഞാനല്ലെങ്കിലോ? വ്യക്തീകരണ പ്രക്രിയ സുഖകരമോ രേഖീയമോ സാമൂഹികമായി അംഗീകരിക്കപ്പെട്ടതോ അല്ലെന്ന് കാൾ യങ് വിശ്വസിച്ചു. അത് പാതാളത്തിലേക്കുള്ളൊരു ഇറക്കം പോലെയാണ്. നിങ്ങൾ നിഷേധിക്കുകയും അടിച്ചമർത്തുകയും മറക്കുകയും ചെയ്ത എല്ലാറ്റിനെയും നേരിടാൻ നിങ്ങൾ നിർബന്ധിതരാകുന്നു. നിങ്ങളുടെ നീഴൽ, നിങ്ങളുടെ യഥാർത്ഥ ആഗ്രഹം, നിങ്ങളുടെ ഏറ്റവും പരുഷമായ സത്യം. അത് നായകന്റെ പാതയാണ്, ഒരു വേഷം ചെയ്യുന്നതിൻ്റേതല്ല, മറിച്ച് സ്വന്തം കഥ എഴുതാൻ ധൈര്യപ്പെടുന്നതിൻ്റേതാണ്. അതെവിടെയാണ് ആരംഭിക്കുന്നത്? ഉത്തരങ്ങളിലല്ല, നിഷ്ഠൂരമായ സത്യസന്ധതയോടെയാണ്.
ഒരു ഇടവേളയോടെ. വർഷങ്ങളായി നിങ്ങൾ ഒഴിവാക്കിക്കൊണ്ടിരുന്ന ആ ശബ്ദം കേൾക്കാൻ നിങ്ങളെ അനുവദിക്കുന്ന നിശബ്ദതയോടെ. അതെ, ആ ശബ്ദം. ഉറക്കം വരാത്ത പുലർക്കാലത്ത് നിങ്ങളെ സന്ദർശിക്കുന്ന ശബ്ദം. നിങ്ങൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ സ്വയം തിരിച്ചറിയാൻ കഴിയാത്തപ്പോൾ മന്ത്രിക്കുന്ന ശബ്ദം. നിശബ്ദമായി ചോദിക്കുന്ന ശബ്ദം, ഇതാണോ ഇത്? നീ ജീവിക്കാൻ വന്ന യഥാർത്ഥ ജീവിതം ഇതാണോ? സ്വയം ആകാനുള്ള പ്രേരണ തങ്ങാത്തതിന്റെ ഭയത്തേക്കാൾ ശക്തമാകുമ്പോഴാണ് എല്ലാ ആഴത്തിലുള്ള പരിവർത്തനവും ആരംഭിക്കുന്നതെന്ന് യങ് പഠിപ്പിച്ചു. വ്യാജത്തിന്റെ വേദന യഥാർത്ഥമാകാനുള്ള അപകടസാധ്യതയേക്കാൾ കൂടുതലാകുമ്പോൾ. ഇവിടെയാണ് മിക്ക ആളുകളും തട്ടിമറിയുന്നത്. അവർക്ക് ഏറ്റുമുട്ടലില്ലാതെ പരിവർത്തനവും അസ്വസ്ഥതയില്ലാതെ രോഗശാന്തിയും നഷ്ടമില്ലാതെ പരിണാമവും വേണം. എന്നാൽ ഒരു വ്യാജമായ അടിത്തറയിൽ യഥാർത്ഥ സ്വത്വത്തെ കെട്ടിപ്പടുക്കാൻ കഴിയില്ല. അപ്പോൾ കലാപത്തിന്റെ ആദ്യ പ്രവൃത്തി പൂർണ്ണമായി അനുഭവിക്കുക എന്നതാണ്. ശ്രദ്ധതിരിപ്പുകൾ കൊണ്ട് സ്വയം മരവിപ്പിക്കാതെ ശൂന്യത വേദനിക്കാൻ, ഉത്കണ്ഠ സംസാരിക്കാൻ, സങ്കടം നിലവിളിക്കാൻ. കാരണം നിങ്ങൾ ഭയപ്പെടുന്ന എല്ലാ വികാരത്തിനും പിന്നിലും നിങ്ങൾ മറന്നുപോയ നിങ്ങളുടെ ഒരു പതിപ്പുണ്ട്. രണ്ടാമത്തെ പ്രവൃത്തി ഭയമില്ലാതെ ചോദ്യം ചെയ്യുക എന്നതാണ്. ആരെയും പ്രീതിപ്പെടുത്തേണ്ടതില്ലെങ്കിൽ ഞാൻ എന്തു ചെയ്യും? ഏതു തിരഞ്ഞെടുപ്പുകളാണ് ഞാൻ ഭയത്തിൽ നിന്നെടുത്തത്? ഏതൊക്കെ യഥാർത്ഥ ആഗ്രഹത്തിൽ നിന്ന്? സ്നേഹിക്കപ്പെടാൻ ഞാൻ ഇപ്പോഴും സ്വയത്തിന്റെ ഏതു ഭാഗത്തെയാണ് മറയ്ക്കുന്നത്? ഈ ചോദ്യങ്ങൾക്ക് പെട്ടെന്നുള്ള ഉത്തരങ്ങളില്ല. എന്നാൽ ഓരോന്നും ജയിലിന്റെ മതിലുകൾക്ക് വിള്ളലുണ്ടാക്കുന്നു. ഓരോന്നും മുഖം മൂടിയെ അല്പം കൂടി ഒരുക്കുന്നു. തുടർന്നു വരുന്നത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഭാഗമാണ്: വ്യത്യസ്തമായി പ്രവർത്തിക്കുക. നിങ്ങളുടെ ശബ്ദം വിറച്ചാലും വേർപാട് വേദനിപ്പിച്ചാലും ലോകം മനസ്സിലാക്കുന്നില്ലെങ്കിലും, ഒരുപക്ഷെ നിങ്ങൾ എപ്പോഴും സ്വീകരിച്ച ഒന്നിനോട് ആദ്യമായി വേണ്ട എന്ന് പറഞ്ഞേക്കാം. ഒരുപക്ഷെ നിങ്ങൾ പണത്തേക്കാൾ കലയെ തിരഞ്ഞെടുത്തേക്കാം. ഒരുപക്ഷെ നിങ്ങൾ ഒരാളുടെ മുന്നിൽ കരയാൻ അനുവദിച്ചേക്കാം. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്രതിബിംബത്തെ നോക്കി സമ്മതിച്ചേക്കാം, ഞാൻ ആരാണെന്നെനിക്കറിയില്ല, പക്ഷേ കണ്ടെത്താൻ ഞാൻ തയ്യാറാണ്. അതാണ് സ്വാതന്ത്ര്യം. നിയമങ്ങളില്ലാത്ത ജീവിതമല്ല, മറിച്ച് നിങ്ങളുടേതായ നിയമങ്ങളുള്ള ഒരു ജീവിതം. ഓരോ ചുവടും, ഓരോ ബന്ധവും, ഓരോ തീരുമാനവും നിങ്ങളുടെ ആന്തരിക സത്യവുമായി യോജിപ്പിക്കുന്ന ഒരു ജീവിതം. അതെ, അത് വേദനിപ്പിക്കും. നിങ്ങൾക്ക് കാര്യങ്ങൾ നഷ്ടപ്പെടും. ആളുകൾ, ഇനി പ്രതിധ്വനിക്കാത്ത നിങ്ങളുടെ ജീവിതത്തിന്റെ മുഴുവൻ അധ്യായങ്ങളും. എന്നാൽ നിങ്ങൾക്ക് വിലമതിക്കാനാവാത്തൊന്നു നേടും: സ്വയത്തെ. എന്തിന് ജീവിക്കണമെന്ന ഒരു കാരണമുള്ളവന് ഏത് രീതിയിലും ജീവിക്കാൻ കഴിയുമെന്ന് പ്രകൃതിയെ പ്രതിധ്വനിച്ചുകൊണ്ട് കാൾ യുങ് പറഞ്ഞു. എന്നാൽ നിങ്ങളുടെ എന്തിന് കടമെടുക്കാനാവില്ല. അത് പാരമ്പര്യമായി ലഭിക്കാനോ പഠിപ്പിക്കാനോ മറ്റുള്ളവർ അംഗീകരിക്കാനോ കഴിയില്ല. ആർക്കും കെടുത്തിക്കളയാനാവാത്ത ഒരു തീജ്വാല പോലെ അത് നിങ്ങളുടെ ഉള്ളിൽ നിന്നുയരണം. ആ തീജ്വാല ചെറുതാണെങ്കിൽ പോലും നിങ്ങളുടെ പാത പ്രകാശിപ്പിക്കാൻ പര്യാപ്തമാണ്. സ്വയമാകുക എന്നത് ആരെങ്കിലും പുതിയ ആളാകുക എന്നല്ല. ലോകം നിങ്ങളോടായിരിക്കണമെന്ന് പറയുന്നതിനു മുമ്പ് നിങ്ങൾ ആരായിരുന്നു എന്ന് ഓർക്കുക എന്നതാണ്. നിങ്ങളുടെ ശബ്ദവും നിങ്ങളുടെ ആഗ്രഹവും അർത്ഥമുള്ള ഒരു ജീവിതത്തിനായുള്ള നിങ്ങളുടെ പവിത്രമായ ഭ്രാന്തും തിരികെ പിടിക്കുക എന്നതാണ്. നിങ്ങൾ ആ പാതയിലൂടെ നടക്കാൻ തുടങ്ങുമ്പോൾ എന്തോ മാറുന്നു. നിങ്ങൾക്കിനി അനന്തമായ ശ്രദ്ധതിരിപ്പുകൾ ആവശ്യമില്ല. നിങ്ങൾ നേട്ടങ്ങൾ കൊണ്ട് സ്വയം അളക്കുന്നത് നിർത്തുന്നു. വിശന്നുവലഞ്ഞ ഒരു കുട്ടിയെപ്പോലെ നിങ്ങൾ സാധൂകരണത്തിനായി യാചിക്കുന്നില്ല. നിങ്ങൾ ലക്ഷ്യത്തോടെ ജീവിക്കാൻ തുടങ്ങുന്നു. നിങ്ങൾക്കെല്ലാ ഉത്തരങ്ങളും ഉള്ളതുകൊണ്ടല്ല, മറിച്ച് നിങ്ങൾ ഒടുവിൽ ശരിയായ ചോദ്യങ്ങൾ ചോദിക്കുന്നതുകൊണ്ടാണ്. തുടർന്ന് അപ്രതീക്ഷിതമായി സംഭവിക്കുന്നു. ക്ഷീണം ഊർജമായും ഉത്കണ്ഠ വ്യക്തതയായും ആശയക്കുഴപ്പം ദിശയായി മാറുന്നു. എന്തുകൊണ്ട്? കാരണം നിങ്ങളിനി സ്വയം വഞ്ചിക്കുന്നില്ല. കാരണം ആദ്യമായി നിങ്ങൾ ശരിക്കും നിങ്ങളുടെ സ്വന്തം ഭാഗത്താണ്. എന്നാൽ ഇനിയും ഒരു കാര്യം ബാക്കിയുണ്ട്. വളരെ ആഴമേറിയതും വളരെ അത്യാവശ്യവുമായ ഒരു തിരിച്ചറിവ്. അതിന് നിങ്ങളുടെ മുഴുവൻ കഥയും മാറ്റിയെഴുതാൻ കഴിയും. അതൊരു ടിപ്പോ ടെക്നിക്കോ അല്ല. അത് ജീവിതത്തെയും കഷ്ടപ്പാടിനെയും ഈ ലോകത്തിലെ നിങ്ങളുടെ പങ്കിനെയും കാണുന്ന രീതിയെ മാറ്റുന്ന ഒരു സത്യമാണ്. അടുത്തതും അവസാനത്തേതുമായ ഭാഗത്ത് നമ്മൾ അത് വെളിപ്പെടുത്തും. പരമമായ സത്യം, അന്തിമമായ തിരിച്ചറിവ്. കഷ്ടപ്പാട് ഒരു തെറ്റായിരുന്നില്ല, മറിച്ച് ഒരു സന്ദേശമായിരുന്നെങ്കിലോ? വേദനയുടെ ഓരോ തുണ്ടും, ഉറക്കമില്ലാത്ത ഓരോ രാത്രിയും, ഓരോ നിശബ്ദ നെടുവീർപ്പും നിങ്ങൾ വളരെക്കാലം മുമ്പ് മറന്നുപോയ എന്തോ ഒന്ന് നിങ്ങളോട് പറയാൻ ശ്രമിക്കുകയായിരുന്നെങ്കിലോ? കാൾ യുങ് കണ്ടെത്തിയ ഏറ്റവും ആഴത്തിലുള്ള സത്യം അദ്ദേഹത്തിന്റെ സിദ്ധാന്തങ്ങളിലോ പുസ്തകങ്ങളിലോ മാത്രം കാണപ്പെടുന്ന ഒന്നല്ല.
നിങ്ങൾ നയിക്കുന്ന ഈ ജീവിതത്തിൽ അത് വേദനയിൽ നിന്ന് ഓടിപ്പോകുന്നതിനെക്കുറിച്ചോ അസ്വസ്ഥത ഒഴിവാക്കുന്നതിനെക്കുറിച്ചോ അല്ല, മറിച്ച് അത് നേരിട്ട് അഭിമുഖീകരിക്കുന്നതിനെക്കുറിച്ചാണ്. നിങ്ങളുടെ കഷ്ടപ്പാടുകൾക്കുള്ളിൽ കിടക്കുന്ന നിഗൂഢതകൾ അനാവരണം ചെയ്യുന്നതിന് സ്വയം സമർപ്പിക്കുന്നതിനെക്കുറിച്ചാണ്. ആ പ്രക്രിയയിൽ നിങ്ങൾ കണ്ടെത്തുന്നത് സുന്ദരമായി ലളിതവും അഗാധമായി ഭീതിജനകവുമാണ്. നിങ്ങൾ അന്വേഷിക്കുന്ന വ്യക്തത, യഥാർത്ഥ വ്യക്തത, നിങ്ങളുടെ സ്വന്തം ഹൃദയത്തിനുള്ളിൽ ആഴത്തിൽ നോക്കാൻ ധൈര്യം പെടുമ്പോൾ മാത്രമേ വരൂ. കാൾ യുങ് ഒരിക്കൽ പറഞ്ഞു, പുറത്തേക്ക് നോക്കുന്നവൻ സ്വപ്നം കാണുന്നു, അകത്തേക്ക് നോക്കുന്നവൻ ഉണരുന്നു. നിങ്ങൾ ഒഴിവാക്കുകയോ മാറ്റിവെക്കുകയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഉണർവ് തന്നെയാണിത്. വളരെക്കാലമായി നിങ്ങളുടെ ക്ഷീണം ബാഹ്യസ്രോതസ്സുകളിൽ നിന്നാണെന്ന് നിങ്ങൾ വിശ്വസിച്ചു. ജോലിയുടെ സമ്മർദ്ദങ്ങൾ, ജീവിതത്തിന്റെ നിരന്തരമായ ആവശ്യങ്ങൾ, നിങ്ങളുടെ ഭൂതകാലത്തിന്റെ നിഴലുകൾ, എല്ലായിടത്തും നിങ്ങളെ പിന്തുടരുന്ന അമിതമായ സമ്മർദ്ദം. എന്നാൽ ഇപ്പോൾ ഒടുവിൽ അതെന്താണെന്ന് നിങ്ങൾ കാണുന്നു. ആ ക്ഷീണം ശാരീരികമല്ല, അത് ആത്മീയമാണ്. അത് നിങ്ങളുടെ ആത്മാവിന്റെ ആഴത്തിലുള്ള ആവശ്യങ്ങളുമായി യോജിക്കാതെ ജീവിക്കുന്നതിന്റെ ഭാരമാണ്. നിങ്ങളുടെ ശരീരം ക്ഷീണത്തിന്റെ ലക്ഷണങ്ങൾ കാണിച്ചേക്കാം, പക്ഷേ ക്ഷീണിച്ചിരിക്കുന്നത് നിങ്ങളുടെ ആത്മാവാണ്. അവഗണിക്കപ്പെട്ടും നിശബ്ദമാക്കപ്പെട്ടും അത് നിറവേറ്റാൻ ആഗ്രഹിക്കുന്ന ലക്ഷ്യവുമായി വിച്ഛേദിക്കപ്പെട്ടും. നിങ്ങളുടെ മനസ്സ് വിഘടിച്ചും ചിതറിപ്പോയും നിങ്ങൾ ആദ്യം ഇവിടെ എന്തിനാണുള്ളതെന്ന കാഴ്ച നഷ്ടപ്പെടുമ്പോൾ അതിന്റെ വഴി തെറ്റുന്നു. ആധുനിക ലോകം നിങ്ങളെ സ്വയത്തിനു പുറത്തേക്ക് നോക്കാൻ കണ്ടീഷൻ ചെയ്തിരിക്കുന്നു. എല്ലാത്തിനും, സ്നേഹത്തിനും, അർത്ഥത്തിനും, സാധൂകരണത്തിനും, സമാധാനത്തിനും. അത് നിങ്ങളെ ഒരു അന്വേഷകനാക്കി, ഒരു ഉപഭോക്താവാക്കി, ബാഹ്യലോകത്ത് പരിഹാരങ്ങൾ അന്തമില്ലാതെ പിന്തുടരുന്നവനാക്കി മാറ്റിയിരിക്കുന്നു. ദ്രുതപരിഹാരങ്ങൾ, ശ്രദ്ധതിരിപ്പുകൾ, താൽക്കാലിക സുഖങ്ങൾ, ഇവയെല്ലാം നിങ്ങളുടെ ഉള്ളിൽ കണ്ടെത്തേണ്ടിയിരുന്നവയാണെന്നതാണ് സത്യം. നിങ്ങളെല്ലായ്പ്പോഴും നിങ്ങളുടെ സ്വന്തം ഉത്തരങ്ങളുടെ സൃഷ്ടാവും നിങ്ങളുടെ സ്വന്തം സത്യത്തിന്റെ ഉപജ്ഞാതാവുമായിരുന്നു. എന്നിട്ടും നിങ്ങൾ ഈ അടിസ്ഥാന വസ്തുത മറന്നു. അന്തിമ സത്യമിതാ: നിങ്ങളുടെ ആത്മാവ് ഒരു പെട്ടിയിൽ വൃത്തിയായി യോജിക്കാനോ അനുരൂപപ്പെടാനോ ഒരു യന്ത്രത്തിലെ ഒരു ഗിയർ പോലെ പ്രവർത്തിക്കാനോ വേണ്ടിയുള്ളതായിരുന്നില്ല. അത് വികസിക്കാനും വളരാനും അതിന്റെ എല്ലാ കുഴപ്പങ്ങളും മനോഹരമായ സങ്കീർണതകളും നിറഞ്ഞ് പൂർണ്ണമായി ജീവിക്കാനുമാണിവിടെ വന്നത്. നിങ്ങൾ ഈ സത്യത്തെ നിഷേധിച്ച ഓരോ തവണയും, അസ്വാഭാവികമായി തോന്നിയ വേഷങ്ങളിലേക്കോ പ്രതീക്ഷകളിലേക്കോ സ്വയം ഒതുക്കാൻ ശ്രമിച്ച ഓരോ തവണയും നിങ്ങൾ കുറച്ചുകൂടി തകർന്നു. എന്നാൽ സുവാർത്ത ഇതാണ്: മടങ്ങിവരാനുള്ള പാത എവിടെയോ പുറത്തല്ല, അത് ഇതിനകം നിങ്ങളുടെ ഉള്ളിലാണ്. ഭയം പിടിമുറുക്കുന്നതിനു മുമ്പുള്ള നിങ്ങൾ ആരായിരുന്നു എന്നോർക്കുക. കടമകളും വേണം എന്നതുമാണ് നിങ്ങളുടെ ജീവിതത്തെ നിർദ്ദേശിച്ചതിനു മുമ്പ്. നിങ്ങൾ നിങ്ങളുടെ ജോലിയല്ല, നിങ്ങൾ നിങ്ങളുടെ ഭൂതകാല ആഘാതമല്ല, നിങ്ങൾ നിങ്ങളുടെ വിജയങ്ങളോ പരാജയങ്ങളോ അല്ല. നിങ്ങളാകട്ടെ അതെല്ലാം നിശബ്ദമായി വികസിക്കുന്നത് കാണുന്ന ബോധമാണ്. നിശബ്ദതയിൽ സത്യം മന്ത്രിക്കുന്ന ആ മൃദുവായ ശബ്ദമാണ് നിങ്ങൾ. ഇരുട്ട് എല്ലാം ഉൾക്കൊള്ളുന്നതായി തോന്നുമ്പോൾ പോലും കെട്ടുപോകാൻ വിസമ്മതിക്കുന്ന സ്പാർക്കാണ് നിങ്ങൾ. ഞാൻ സ്വത്വം എന്ന് വിളിച്ച ആ സ്പാർക്കും നാശമില്ലാത്ത കാമ്പും നിങ്ങളിവിടെ പ്രകടമാക്കാൻ വന്നത് കൃത്യമായി അതാണ്. നിങ്ങൾ വെറുതെ അതിജീവിക്കാൻ വേണ്ടിയുള്ളതായിരുന്നില്ല, നിങ്ങളിവിടെ വ്യക്തീകരിക്കാനാണ് വന്നത്. നിങ്ങൾ യഥാർത്ഥത്തിൽ ആരാണോ അതിന്റെ സമ്പൂർണവും സമഗ്രവുമായ ആവിഷ്കാരമായി പതുക്കെ മാറാനാണ്. വെളിച്ചവും നിഴലും, അരാജകത്വവും ക്രമവും, സഹജവാസനയും ആത്മാവും, ഒരു അത്ഭുതകരമായ ജീവിയുടെ എല്ലാ ഭാഗങ്ങളും. നിങ്ങൾ ഒടുവിൽ ഈ സമ്പൂർണതയെ പുൽക്കുമ്പോൾ ആന്തരിക പോരാട്ടങ്ങൾ നിലയ്ക്കുന്നു. ഒരിക്കൽ നിങ്ങളെ ഉപയോഗിച്ചു തീർത്ത ക്ഷീണം മങ്ങാൻ തുടങ്ങുന്നു. കാരണം നിങ്ങളിനി നിങ്ങളല്ലാത്തയൊരാളായി നടിക്കുന്നില്ല. ഉത്കണ്ഠ അതിന്റെ പിടിയയക്കുന്നു. കാരണം നിങ്ങൾ അന്തമില്ലാത്ത വട്ടങ്ങളിൽ ഓടുന്നത് നിർത്തിയിരിക്കുന്നു. ഒരു കാലത്ത് ശൂന്യമായി തോന്നിയത് പവിത്രമായ ഇടമായി സ്വയം വെളിപ്പെടുത്തുന്നു. ഒരു കാലത്ത് വേദനയായി വ്യാഖ്യാനിച്ചത് ഇപ്പോൾ നിങ്ങളുടെ പാതയിൽ നിങ്ങളെ നയിക്കുന്ന ഒരു വഴികാട്ടിയായി പ്രത്യക്ഷപ്പെടുന്നു. അസഹനീയമെന്ന് തോന്നിയ അരാജകത്വം നിങ്ങൾ കൂടുതൽ ശക്തരും ബുദ്ധിമാനുമായി സ്വയം പുനർനിർമ്മിക്കുന്ന അടിത്തറയായി മാറുന്നു. ഈ നിമിഷത്തിൽ എല്ലാം അർത്ഥവത്താർകുന്നു. എല്ലാ തെറ്റായ ചുവടും, ആത്മാവിന്റെ എല്ലാ ഇരുണ്ട രാത്രികളും, സംശയത്തിന്റെ എല്ലാ നിമിഷങ്ങളും, ഇതെല്ലാം നിങ്ങളെ ഇവിടെ ഈ കൃത്യമായ ധാരണയിലേക്ക് നയിക്കുകയായിരുന്നു. നിങ്ങൾ തകർന്നിട്ടില്ല, നിങ്ങൾ ഓർക്കുകയാണ്. നിങ്ങൾ വഴിതെറ്റിയിട്ടില്ല, നിങ്ങൾ ഉണരുകയാണ്. ഈ ഉണർവ് നടക്കുമ്പോൾ നിങ്ങൾ സ്വയത്തിൽ നിന്ന് ഓടുന്നത് നിർത്തി നിങ്ങളുടെ ജീവിയിൽ യഥാർത്ഥത്തിൽ വസിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ള ലോകവും മാറുന്നു. ലോകം തന്നെ രൂപാന്തരപ്പെട്ടതുകൊണ്ടല്ല, മറിച്ച് അതിലേക്ക് നോക്കുന്ന നിങ്ങൾ ഇനി അതേ വ്യക്തിയല്ലാത്തതുകൊണ്ടാണ്. ഇതാണ് അന്തിമമായ തിരിച്ചറിവ്.
നിങ്ങൾ ബാഹ്യലോകത്ത് അന്വേഷിച്ചുകൊണ്ടിരുന്ന സ്വാതന്ത്ര്യവും സമാധാനവും തങ്ങളിന്റെ ബോധവും എല്ലായ്പ്പോഴും നിങ്ങളുടെ ഉള്ളിലായിരുന്നു. അതൊരിക്കലും നഷ്ടപ്പെട്ടില്ല. അത് ഭയത്തിന്റെയും കണ്ടീഷനിങ്ങിന്റെയും പാളികൾക്ക് താഴെ കുഴിച്ചിടപ്പെട്ടിരുന്നു. അതിനാൽ ശ്വസിക്കുക. ഇന്ന് നിങ്ങളെല്ലാം ശരിയാക്കേണ്ടതില്ല. എല്ലാം ഒറ്റയടിക്ക് നേടിയെടുക്കേണ്ടതില്ല. നിങ്ങൾ സ്വയത്തിലേക്ക് മടങ്ങിവരിക മാത്രം ചെയ്യണം. നിങ്ങൾ ഒഴിവാക്കിക്കൊണ്ടിരുന്നത് അനുഭവിക്കാൻ, നിങ്ങൾ മൂർഖമാക്കിയതിനെ അഭിമുഖീകരിക്കാൻ, നിങ്ങൾ ഒഴിപ്പിച്ചുവെച്ചതാകാൻ. ഇതാണ് നിങ്ങളുടെ വിപ്ലവം. ഇതാണ് നിങ്ങളുടെ സ്നേഹപ്രവൃത്തി. ഇതാണ് നിങ്ങളുടെ യഥാർത്ഥ വീട്ടുവരവ്. നിങ്ങൾ ക്ഷീണിതനല്ല, നിങ്ങൾ വീട്ടിലേക്ക് വരികയാണ്. നിങ്ങൾ ഇതുവരെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് യാദൃച്ഛികമല്ല. നിങ്ങളുടെ ഉള്ളിൽ എന്തോ ഇളകി മറിയുകയാണ്. നിങ്ങൾ പൂർണ്ണമായി തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത ഒരു ഉണർവ്. നിങ്ങളുടെ ആന്തരിക സ്വത്വദിനയോദ്ധാരം മാറാനും വളരാനും ദൈനംദിന ജീവിതത്തെ അതിലംഘിക്കുന്ന എന്തോ ഒന്ന് അന്വേഷിക്കാനും തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. നിങ്ങൾ അനുഭവിക്കുന്ന ഈ നിമിഷം ഒരടയാളമാണ്. നിങ്ങളുടെ സ്വന്തം ബോധത്തിൽ നിന്നുള്ള ഒരു തോന്നൽ. പുതിയ വീക്ഷണങ്ങൾ പര്യവേക്ഷണം ചെയ്യാനും പഴയ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യാനും പരിവർത്തനത്തിന്റെ വാതിൽ തുറക്കാനും നിങ്ങൾ തയ്യാറാണെന്ന് പറയുന്നു. ഈ സന്ദേശത്തിന്റെ ഏതു ഭാഗമാണ് നിങ്ങളെ ഏറ്റവും സ്പർശിച്ചതെന്ന് അഭിപ്രായങ്ങളിൽ പങ്കിടാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. നിങ്ങളെ പ്രതിഫലനങ്ങൾ നിങ്ങൾക്ക് മാത്രം വിലപ്പെട്ടതല്ല, സമാനമായ പാതയിലൂടെ നടക്കുന്നവർക്ക് ഒരു പ്രകാശഗോപുരമായി മാറാനും കഴിയും. ചിലപ്പോൾ നമ്മളുമായി പ്രതിധ്വനിക്കുന്നത് പ്രകടിപ്പിക്കുമ്പോൾ നമ്മുടെ ഭാവനയ്ക്കതീതമായ ആത്മാക്കളിൽ എത്തിച്ചേരാൻ കഴിയുന്ന പ്രചോദനത്തിന്റെ ഒരു തരംഗം നാം സൃഷ്ടിക്കുന്നു. നിങ്ങളുടെ വാക്കുകൾ ഇപ്പോൾ മറ്റൊരാൾക്ക് കേൾക്കേണ്ടത് തന്നെയായിരിക്കും. ഒരു പ്രോത്സാഹന സ്രോതസ്സ്, പ്രതീക്ഷയുടെ ഒരു സ്പാർക്ക്, അല്ലെങ്കിൽ അവർ ഒറ്റപ്പെട്ടവരല്ല എന്ന ആശ്വാസം. ഈ സന്ദേശം നിങ്ങളുമായി പ്രതിധ്വനിച്ചിട്ടുണ്ടെങ്കിൽ, അത് നിങ്ങളെ ചിന്തിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ദയവായി ഈ ചാനലിനെ പിന്തുണയ്ക്കുന്നത് പരിഗണിക്കുക. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന ഏത് വിധേനയും സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ സജീവമാക്കുക, അല്ലെങ്കിൽ പങ്കെടുത്തും പങ്കിട്ടും കൊണ്ട്. നിങ്ങളുടെ ഊർജവും പങ്കാളിത്തവുമാണ് ഈ ഉള്ളടക്കം ഒഴുകുന്നതിനുള്ള ഇന്ധനം. ഓരോ ചെറിയ പിന്തുണയും ഈ ആശയങ്ങളെയും പ്രതിഫലനങ്ങളെയും കൂടുതൽ ഹൃദയങ്ങളിലേക്കും മനസ്സുകളിലേക്കും എത്തിക്കാൻ സഹായിക്കുന്നു. അവ ഏറ്റവും ആവശ്യമുള്ളവരിലേക്ക് എത്തിക്കുന്നു. നിങ്ങളിവിടെ സംഭാവന ചെയ്യുന്ന ഊർജം നിങ്ങൾക്കറിയാവുന്നതിലും ശക്തമാണ്. ബോധം വളരാനും ആഴത്തിലുള്ള ധാരണ അഭിവൃദ്ധിപ്പെടാനും മാറ്റത്തിന്റെ വിത്തുകൾ നട്ടുപിടിപ്പിക്കാനും കഴിയുന്ന ഒരിടം നിലനിർത്താൻ ഇത് സഹായിക്കുന്നു. ഈ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാവുന്നതിലൂടെ അർത്ഥവും വളർച്ചയും പരിവർത്തനവും അന്വേഷിക്കുന്നവരെ ഒന്നിപ്പിക്കുന്ന ഒരു പൊതുനൂലായി നിങ്ങൾ മാറുന്നു. അതിനാൽ കണ്ടതിനും കേട്ടതിനും മാത്രമല്ല, ഇവിടെയുണ്ടായിരുന്നതിനും തുറന്ന മനസ്സോടെ ഇരിക്കുന്നതിനും മറ്റുള്ളവരോടൊപ്പം ഈ ഉണർവിന്റെ യാത്ര ആരംഭിക്കാൻ തയ്യാറായതിനും നന്ദി. നിങ്ങളുടെ സാന്നിധ്യം പ്രധാനമാണ്. ഒരുമിച്ച് സത്യവും പ്രചോദനവും രോഗശാന്തിയും വ്യാപിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരിടം കെട്ടിപ്പടുത്തുന്നത് തുടരാനാകും.